എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം. അധ്യാത്മരാമായണം സംസ്കൃത മൂലഗ്രന്ഥത്തിലെ കിഷ്കിന്ധാകാന്ഡം നവമ സർഗമാണ് ഇന്ന് പാരായണം ചെയ്യുന്നത്. സമുദ്ര ലംഘന ചർച്ച. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തടസ്സം കൂടാതെ ലഭ്യമാകുന്നതിന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പദയേ നമഃ. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരോഹ്യ കവിതാശാഖ വന്ദേ വാൽമീകി കോകിലം. അഞ്ജനാനന്ദനം വീരം ജാനകീശോകനാശനം കവീശം അക്ഷരം താരം വന്ദേ ലങ്കാഭയങ്കരം. ശ്രീരാമചന്ദ്രചരണൗ മനസാ സ്മരാമി ശ്രീരാമചന്ദ്രചരണൗ വചസാ ഗൃണാമി ശ്രീരാമചന്ദ്രചരണൗ ശിരസാ നമാമി ശ്രീരാമചന്ദ്രചരണൗ ശരണം പ്രപദ്യേ. രാമ ഹരേ ജയ രാമ ഹരേ ജയ രാമ ഹരേ ജയ രാമ ഹരേ രാമ ഹരേ ജയ രാമ ഹരേ ജയ രാമ ഹരേ ജയ രാമ ഹരേ. ശ്രീ മഹാദേവ ഉവാച ഗദേ വിഹായ സാഗൃദ്രരാജേ വാനരപുംഗവ ഹർഷേണ മഹതാവിഷ്ട സീതാ ദർശനലാലസാം ഊജു സമുദ്രം പശ്യന്തോ നക്രചക്രഭയങ്കരം തരംഗാദിവിരുന്നദ്ധ ആകാശം ഇവ ദുഗ്രഹം പരസ്പരമവോചൻ വൈ കഥമേനം ദരാമഹേ. ഉവാച ചാംഗതസ്തത്ര ശൃണുധ്വം വാനരോത്തമാഃ. മഹാദേവൻ മഹാദേവിയോട് പറഞ്ഞു, സമ്പാദി ആകാശമാർഗത്തിൽ പോയതോടെ സീതാദർശന തൽപരരായ കവിവരന്മാർ തികഞ്ഞ ആമോദത്താൽ ആവേശം പൂണ്ട് മുതലകളാലും ചുഴികളാലും ഭീകരമായ അലമാലകൾ അടിച്ചാർക്കുന്നതുമായ ആകാശം പോലെ അമേയമായ അലയാഴി കണ്ട് അവർ അന്യോന്യം ആലോചിച്ച് പറഞ്ഞു, എങ്ങനെ നാം ഇത് താണ്ടും? അപ്പോൾ അംഗദൻ പറഞ്ഞു, അല്ലയോ വാനരോത്തമന്മാരെ, കേൾക്കൂ. ഭവന്തോത്യന്തബലിന ശൂരാശ്ച കൃതവിക്രമാഃ കോവാത്ര വാരിധിം തീർത്വാ രാജകാര്യം കരിഷ്യതി. ഏതേഷാം വാനരാണാം സപ്രാണദാദാന സംശയഃ തദുത്തിഷ്ഠതു മേ ശീഘ്രം പുരതോ യോ മഹാബലഃ. ഭവാന്മാർ തികഞ്ഞ ശക്തരും ധീരന്മാരും വിക്രമം കാട്ടിയവരുമാണല്ലോ. ഈ സാഗരം തരണം ചെയ്ത് രാജാവിൻ്റെ ആജ്ഞ ആരാണ് നിറവേറ്റുക? ഈ വാനരരുടെ പ്രാണദാതാവാണ് അവൻ എന്നത് തീർച്ച. ആകയാൽ ആ മഹാശക്തൻ ശീഘ്രം എൻ്റെ മുമ്പിലേക്ക് വരൂ. വാനരാണാം ച സർവേഷാം രാമസുഗ്രീവയോരപി സ ഏവ പാലകോ ഭൂയാന്നത്ര കാര്യ വിചാരണ. ഇതി ഉക്തേ യുവരാജേന തൂഷ്ണീം വാനരസൈനികാഃ ആസന്നോ ജുകിഞ്ചിത് അപി പരസ്പര വിലോകിനഃ. എല്ലാ വാനരുടെയും രാമസുഗ്രീവന്മാരുടെ പോലും പാലകൻ അവൻ തന്നെയാകും. ഇതിൽ വിചാരിക്കേണ്ട കാര്യമില്ല. യുവരാജാവ് ഇങ്ങനെ പറഞ്ഞപ്പോൾ വാനര സൈനികർ ഒന്നും തന്നെ മിണ്ടാതെ അന്യോന്യം നോക്കി മൗനമായിരുന്നു. അംഗദ ഉവാച ഉച്യതാം വൈബലം സർവൈ പ്രത്യേകം കാര്യസിദ്ധയേ കേന വാ സാധ്യതേ കാര്യം ജാനീം നസ്തദനന്തരം. അംഗദസ്യ വചശ്രുത്വാ പ്രോജുർവീരാബലം പൃഥക് യോജനാനാം ദശാരഭ്യ ദശോത്തരഗുണം ജഗോ. അംഗദം പറഞ്ഞു, ഈ കാര്യസിദ്ധിക്ക് ഉതകുന്ന തരത്തിൽ ഓരോരുത്തരുമുള്ള ബലം എല്ലാവരും പറയും.
അതിനുശേഷം നാം അറിഞ്ഞോളാം ആരാൾ ഈ കാര്യം സാധിക്കുമെന്ന്. അംഗദന്റെ വാക്ക് കേട്ട് ധീരന്മാര് വെവ്വേറെ തങ്ങളുടെ ബലം വെളിപ്പെടുത്തി. 10 യോജന മുതൽ 10 കൂടുതൽ പറഞ്ഞു. ശതാദർവാഗ്ജാംബവാംസ്തു പ്രാഹമദ്യേവനൗകസാം പുരാത്രിവിക്രമേ ദേവേ പാദം ഭൂമാനലക്ഷണം ത്രിസപ്തകൃത്തോഹമകാം പ്രദക്ഷിണ വിധാനത ഇദാനീം വാർദ്ധകഗ്രസ്തോ നശക്നോമി വിലംഘിതും. വാനരുടെ ഇടയിൽ ജാംബവാൻ പറഞ്ഞു, 100 യോജനയ്ക്കിപ്പുറം പറഞ്ഞു വെച്ച് പണ്ട് ഭഗവാൻ ത്രിവിക്രമാകൃതി പൂണ്ടപ്പോൾ ഭൂമണ്ഡലം വളർന്ന തൃപ്പാദം ഞാൻ 21 ചുറ്റ് പ്രദക്ഷിണം വെക്കാൻ ഓടി. ഇപ്പോൾ വാർദ്ധക്യം കൊണ്ട് കടൽ കടക്കാനാവില്ല. അംഗതോപ്യാഹമേ ഗന്ധും ശക്യം പാരം മഹോദതേ പുനർലംഘന സാമർഥ്യം ന ജാനാമ്യസ്തിവാനവാ. അംഗദനെ അറിയിച്ചു, അലയാഴിക്ക് അക്കരെ എത്താൻ എനിക്ക് സാധിക്കും, പക്ഷെ വീണ്ടും തിരിച്ചു താണ്ടാൻ കെൽപ്പുണ്ടോ ഇല്ലയോ എന്നറിഞ്ഞുകൂടാ. തമാഹ ജാംബവാൻ വീരസ്ത്വം രാജാനോ നിയാമക നയുക്തം ത്വാം നിയോക്തും മേ ത്വം സമർത്ഥോസി യദ്യപി. അവനെ വീരജാംബവാൻ അറിയിച്ചു, നീ രാജാവും ഞങ്ങളുടെ നിയന്താവുമാണ്. നീ കഴിവുറ്റവനാണെങ്കിലും നിന്നെ നിയോഗിക്കുക എനിക്ക് പറ്റിയതല്ല. അംഗദ ഉവാച ഏവം ചേത് പൂർവവൽ സർവേ സപ്സ്യാമോ ദർഭവിഷ്ടരേ കേനാഭിനകൃതം കാര്യം ജീവിതും ച ന ശക്യത്തെ തമാഹ ജാംബവാൻ വീരോ ദർശയിഷ്യാമി തേ സുത ഏനാസ്മാകം കാര്യസിദ്ധിർഭവിഷ്യത്യശ്രേണ ച. അംഗദൻ പറഞ്ഞു, ഇങ്ങനെയാണെങ്കിൽ മുമ്പത്തേതുപോലെ ദർഭ വിരിച്ച് മരണം കാത്ത് എല്ലാവർക്കും കിടക്കാം. ചെയ്യേണ്ടത് ആരും ചെയ്തില്ല, ജീവിക്കാനും സാധ്യമല്ലാതായി. വീരജാംബവാൻ അവനോട് പറഞ്ഞു, മകനെ, ആരാൽ നമ്മുടെ കാര്യസിദ്ധി അചിരേണ ഭവിക്കുമോ അവനെ നിനക്ക് കാട്ടിത്തരാം. ഇതി കുത്വാ ജാംബവാൻ പ്രാഹ ഹനൂമന്തമവസ്ഥിതം ഹനുമാൻ കിം രഹസ്തൂണീം സ്ഥീയതേ കാര്യഗൗരവേ പ്രാപ്തോജ്ഞേനൈവ സാമർഥ്യം ദർശയാദ്യ മഹാബല ത്വം സാക്ഷാത് വായുതനയോ വായുതുല്യപരാക്രമഃ. ഇങ്ങനെ പറഞ്ഞ ശേഷം ജാംബവാൻ അവിടെ ഇരുന്ന ഹനുമാനോട് ചോദിച്ചു, അല്ലയോ മാരുതി, കാര്യഗൗരവം വന്ന സമയത്ത് അജ്ഞനെപ്പോലെ ഏകാന്തമായി ഇങ്ങനെ മിണ്ടാതിരിക്കുന്നത് എന്താണ്? മഹാബലവാനായ നീ സാക്ഷാൽ വായുപുത്രനാണല്ലോ, വായുവിന് സമം പരാക്രമിയും ആണ്. നിന്റെ നൈപുണ്യം ഇന്ന് പ്രദർശിപ്പിക്കൂ. രാമകാര്യാർത്ഥമേവത്വം ജനിതോ സിംഹാത്മന ജാതമാത്രേണ തേ പൂർവം ദൃഷ്ടോദ്യന്തം വിഭാവസും പക്വം ഫലം ജഹൃഷ്ണാത്മീമിത്യുത്പ്ലുതം ബാലജ്യേഷ്ഠയാ യോജനാനാം 500 പതിതോസി തതോ ഭുവി. മഹാത്മാവായ വായുദേവൻ രാമകാര്യത്തിനായി മാത്രമാണ് നിനക്ക് ജന്മം തന്നത്. പിറന്നപ്പോൾ തന്നെ കിഴക്കുതിച്ചിരുന്ന സൂര്യനെ കണ്ട് പഴമെന്ന് കരുതി പഴം തിന്നാമെന്ന് നനച്ച് ബാലജ്യേഷ്ഠയാൽ 500 യോജന മേലോട്ട് ചാടിയവനാണ് നീ. അവിടെ നിന്ന് ഭൂമിയിൽ വീണുപോയി. അതസ്ത്വദ്ബലമാഹാത്മ്യം കോവാ ശക്നോതി വർണ്ണിതും ഉത്തിഷ്ഠ ഗുരുരാമസ്യ കാര്യം ന പാഹി സുവ്രത. അതിനാൽ നിന്റെ ബലമഹിമ വർണ്ണിക്കാൻ ആരാണ് ശക്തനായിട്ടുള്ളത്? നല്ല വ്രതനിഷ്ഠയുള്ളവനെ എഴുന്നേക്കൂ, രാമകാര്യം നിറവേറ്റി ഞങ്ങളെ രക്ഷിക്കൂ. ശ്രുത്വാ ജാംബവതോ വാക്യം ഹനുമാൻ അതിഹർഷിതഃ ചകാരനാദം സിംഹസ്യ ബ്രഹ്മാണ്ഡം സ്ഫോടയന്നിവ. ജാംബവാന്റെ വാക്ക് കേട്ട് തികച്ചും സന്തോഷമാർന്ന ഹനുമാൻ ബ്രഹ്മാണ്ഡം നടുങ്ങുമാറ് സിംഹനാദം മുഴക്കി. ബഭൂവ പർവ്വതാകാരസ്ത്രിവിക്രമ ഇവാപര ലംഘയിത്വാ ജലനിധിം കൃത്വാ ലങ്കാം ജഭസ്മസാദ് രാവണം സകുലം ഹത്വാനേഷ്യേ ജനകനന്ദിനീം യദ്വാ ബദ്വാകലേ രജ്വാ രാവണം വാമപാണിന ലങ്കാം സപർവതാം ധൃത്വാ രാമസ്യാഗ്രേ ക്ഷിപാമ്യഹം യദ്വാ ദൃഷ്ട്വൈവ യാസ്യാമി ജാനകീം ശുഭലക്ഷണാം.
മറ്റൊരു ത്രിവിക്രമമൂർത്തിയെപ്പോലെ പർവ്വതാകാരനായി മാരുതി ഉദ്ഘോഷിച്ചു. കടൽ കടന്ന് ലങ്കയെ ചുട്ടു ചാമ്പലാക്കി വംശത്തോടെ രാവണനെ വകവരുത്തി ഞാൻ സീതയെ കൊണ്ടുവരാം. അല്ലെങ്കിൽ രാവണന്റെ കഴുത്തിൽ കയർ കെട്ടി അവനെയും ഇടത് കൈയാൽ ത്രികൂടത്തോടൊപ്പം ലങ്കയും പൊക്കിയെടുത്ത് ഞാൻ രാമന്റെ തിരുമുമ്പിൽ വെക്കാം. അഥവാ ശുഭലക്ഷ്മണയായ സീതയെ ദർശിച്ചു മാത്രം പോരാ. ശ്രുത്വാ ഹനുമതോ വാക്യം ജാംബവാനിതമബ്രവീത് ദൃഷ്ട്വൈവാഗശ്ച ഭദ്രം തേ ജീവന്തീം ജാനകീം ശുഭാം. ഹനുമാന്റെ വാക്കുകേട്ട് ജാംബവാൻ ഇങ്ങനെ പറഞ്ഞു, ശുഭചരിതയായ ജാനകി ജീവിച്ചിരിക്കുന്നതായി കണ്ടു മാത്രം പോരുക, നിനക്ക് മംഗളം ഭവിക്കട്ടെ. പശ്ചാത് രാമേണ സഹിതോ ദർശയിഷ്യാമി പൗരുഷം കല്യാണം ഭവതാത് ഭദ്ര ഗച്ഛതസ്തേ വിഹായസ. പിന്നീട് രാമനോടൊത്ത പൗരുഷം പ്രകടിപ്പിച്ചോളൂ. ഭദ്ര, ആകാശമാർഗേ പോകുന്ന നിനക്ക് മംഗളമുണ്ടാകട്ടെ. ഗച്ഛന്തം രാമകാര്യാർത്ഥം വായുസ്ത്വാമനുഗച്ഛതു ഇത്യാശീർഭിസമാമന്ത്രിയ വിസൃഷ്ടപ്ലവകാധിപൈ മഹേന്ദ്രാദ്രിശിരോ ഗത്വാ ബഭൂവാദ്ഭുത ദർശന. രാമകാര്യത്തിനായി പോകുന്ന നിന്നെ വായുദേവൻ അനുഗമിക്കട്ടെ. ഇങ്ങനെ ആശിസ്സുകളാൽ അഭിനന്ദിച്ച് വായുധനേനെ ആ കവിശ്രേഷ്ഠന്മാർ യാത്രയാക്കി. മഹേന്ദ്രഗിരിയുടെ ശിഖരത്തിലെത്തിയ മാരുതി അത്ഭുത ദർശനായി തീർന്നു. മഹാനഗേന്ദ്ര പ്രതിമോ മഹാത്മാ സുവർണവർണോരുണചാരുവക്ത്ര മഹാഫണീന്ദ്രാപസുദീർഘബാഹുർ വാദാത്മജോ ദൃശ്യത സർവഭൂതൈ. മഹാത്മാവായ വായുപുത്രൻ മഹാമേരുവിന് തുല്യനായി കനകനിറമാർന്ന് ഉദയസൂര്യനെപ്പോലെ മനോഹരനും സർപ്പേന്ദ്രനെപ്പോലെ സുദീർഘമായ ബാഹുക്കൾ ഉള്ളവനായും തീർന്നു. സകല ഭൂതരാലും അങ്ങനെ ദർശിക്കപ്പെട്ടു. ഓം ശ്രീമദധ്യാത്മരാമായണേ ഉമാമഹേശ്വര സംവാദേ കിഷ്കിന്ധാകാണ്ഡേ നവമ സർഗഃ സമാപ്തമിദം കിഷ്കിന്ധാകാണ്ഡം. അഥ സുന്ദരകാണ്ഡം പ്രഥമ സർഗഃ. മാരുതിയുടെ സമുദ്രലംഘനം, ലങ്കാപ്രവേശം. ശ്രീമഹാദേവ ഉവാച ശതയോജന വിസ്തീർണം സമുദ്രം മകരാലയം ലിലംഘയുഷുരാനന്ദസന്തോഹോ മാരുതാത്മജ ധ്യാത്വാ രാമം പരാത്മാനം ഇദം വചനമബ്രവീത് പശ്യന്തു വാനരാ സർവേ ഗച്ഛന്തം മാം വിഹായസ അമോഘം രാമനിർമുക്തം മഹാബാണം ഇവാഖില പശ്യാമ്യദ്യൈവ രാമസ്യ പത്നിം ജനകനന്ദിനീം. മഹാദേവൻ മഹാദേവിയോട് പറഞ്ഞു, 100 യോജന വിസ്താരമുള്ളതും മകരമത്സ്യങ്ങളുടെ ആവാസവുമായ സാഗരം കടക്കാനുറച്ച് ആനന്ദോന്മത്തനായ മാരുതി പരമാത്മാവായ രാമനെ ധ്യാനിച്ച് ഈ വാക്കുകൾ പറഞ്ഞു. വാനരന്മാരെല്ലാം നോക്കുവിൻ, രാമൻ തൊടുത്തുവിട്ട അമോഘമായ മഹാബാണം എന്നതുപോലെ ആകാശമാർഗേ കുതിക്കുന്ന എന്നെ സകലരും നോക്കട്ടെ. ഇന്ന് തന്നെ രാമഭഗ്നിയായ ജാനകിയെ ഞാൻ കാണും. കൃതാർത്ഥോഹം കൃതാർത്ഥോഹം പുനഃപശ്യാമി രാഘവം പ്രാണപ്രയാണ സമയേയസ്യ നാമ സകൽ സ്മരൻ നരസ്ഥിർത്വാ ഭവാംബോധിം അപാരം യാതി തത്പദം കിം പുനസ്തസ്യ ദൂതോഹം തദാംഗാംഗുലീദ്രിക താമേവ ഹൃദേ ധ്യാത്വാ ലംഘയാമ്യൽപവാരിധിം ഇത് കുത്വാ ഹനുമാൻ ബാഹു പ്രസാര്യായതമാലധി ഇർജുഗ്രീവ ഊർധ്വദൃഷ്ടി സന്നാകുഞ്ചിതപദ്വയ ദക്ഷിണാഭിമുഖസ്തൂർണാം പുപ്ലൂവേ അനിലവിക്രമ. പിന്നെ രാമനെ ദർശിക്കും. ഞാൻ കൃതാർത്ഥനായി. മരണസമയത്ത് ആരുടെ നാമം ഒരു പ്രാവശ്യം ഓർക്കുന്നുവോ, കരകാണാത്ത സംസാര കടൽ കടന്ന് ആ കാലടി ആ രാമപാദം പോകുന്നുവോ അവൻ്റെ ദൂതനാണ് ഞാൻ. ആയുള്ളവൻ്റെ അംഗത്തിൽ അണിഞ്ഞ മോതിരമേന്തിയവനാണ് ഞാൻ. ആയുള്ളവനെ മനസ്സിൽ നനച്ചുകൊണ്ട് തന്നെ ഞാൻ ഈ ചെറുകടൽ താണ്ടും. ഇങ്ങനെ ഉദ്ഘോഷിച്ച് മാരുതി വാലുയർത്തി കരങ്ങൾ പരത്തി കഴുത്ത് നേരെയാക്കി
ദൃഷ്ടി മേലേക്കുറപ്പിച്ച് ഇരുകാലും തെല്ല് വളച്ച് വായുവേഗത്തിൽ തെക്ക് ദിക്ക് നോക്കി ചാടി. ആകാശത്വരിതം ദേവൈർവീക്ഷ്യമാണോ ജഗാമസ ദൃഷ്ട്വാ അനിലസുതം ദേവാഗച്ഛന്തം വായുവേഗതഃ പരീക്ഷണാർത്ഥം സത്വസ്യ വാനരസ്യേദമബ്രുവൻ ഗച്ഛത്യേഷ മഹാസത്വോ വാനരോ വായുവിക്രമ ലങ്കാം പ്രവേഷ്ടും ശക്തോ വാ ന വാ ജാനീമഹേ ബലം ഏവം വിചാര്യ നാഗാനാം മാതരം സുരസാഭിതാം അബ്രവീത് ദേവതാവൃന്ദ കൗതൂഹലസമന്വിത ഗച്ഛത്വം വാനരേന്ദ്രസ്യ കിഞ്ചിത് വിഘ്നം സമാചര ജ്ഞാത്വാ തസ്യ ബലം ബുദ്ധിം പുനരേഹി ത്വരാണ്വിത ഇത്യുക്താ സായയൗ ശീഘ്രം ഹനുമത് വിഘ്നകാരണാത്. ദേവന്മാരാൽ വീക്ഷിക്കപ്പെട്ട അവൻ ആകാശമാർഗത്തിലൂടെ വേഗം പോകുന്നത് കണ്ട് വാനരന്റെ സാമർഥ്യബലപരീക്ഷണാർത്ഥം ദേവന്മാർ ഇങ്ങനെ പറഞ്ഞു. വായുവിക്രമനും മഹാബലശാലിയുമായ വാനരൻ ഇതാ പോകുന്നു. അവൻ ലങ്കയിൽ കടക്കാൻ പ്രാപ്തനാണോ അല്ലയോ അവൻ്റെ ബലം അറിയുക തന്നെ വേണം എന്ന് വിചാരിച്ച് കൗതുകത്തോടുകൂടി ദേവന്മാരെല്ലാം നാഗമാതാവായ സുരസയോട് അഭ്യർത്ഥിച്ചു, നീ ചെന്ന് വാനരേന്ദ്രന് തെല്ല് വിഘ്നം വരുത്തൂ. അവൻ്റെ ബുദ്ധിയും ശക്തിയും അറിഞ്ഞിട്ട് പെട്ടെന്ന് മടങ്ങി വരിക. ഇങ്ങനെ അഭ്യർത്ഥിക്കപ്പെട്ട അവൾ ഹനുമാന് വിഘ്നമുണ്ടാക്കാൻ ഉടനടി യാത്രയായി. ആവൃത്യമാർഗം പുരതസ്ഥിതാ വാനരമബ്രവീത് ഏഹിമേ വദനം ശീഘ്രം പ്രവിശസ്യ മഹാമതേ. വഴിതടഞ്ഞ് മുന്നിൽ നിന്ന് അവൾ വാനരനോട് പറഞ്ഞു, അല്ലയോ മഹാമതി, വരൂ, എൻ്റെ വായിലേക്ക് പെട്ടെന്ന് പ്രവേശിച്ചോളൂ. ദേവൈസ്ത്വം കൽപ്പിതോ ഭക്ഷ്യ ക്ഷുധാ സംപീഡിതാത്മന താമാഹ ഹനുമാൻ മാതർ അഹം രാമസ്യ ശാസനാത് ഗച്ഛാമി ജാനകീം ദ്രഷ്ടും പുനരാഗമ്യ സത്വര രാമായ കുശലം തസ്യാ കഥയിത്വാ തുദാനനം നിവേക്ഷ്യേ ദേഹി മേ മാർഗം സുരസായൈ നമോസ്തുതേ ഇത്യുക്ത്വാ പുനരേവാഹ സുരസാക്ഷുദിതാസ്മ്യഹം. വിശന്നു വലഞ്ഞ എനിക്ക് ദേവന്മാർ നിന്നെ ഭക്ഷണമായി കൽപ്പിച്ചിരിക്കുകയാണ്. ഹനുമാൻ അവളോട് പറഞ്ഞു, അമ്മേ, ഞാൻ രാമാജ്ഞപ്രകാരം ജാനകിയെ കാണാൻ പോവുകയാണ്. മടങ്ങി വന്ന് അവളുടെ ക്ഷേമം രാമനെ അറിയിച്ചിട്ട് ശീഘ്രം നിന്റെ വായിൽ കടന്നുകൊള്ളാം. എനിക്ക് വഴിതിരുമാറാകണം. സുരസയായ നിനക്ക് നമോഭാഗം. ഈ വിധം പറഞ്ഞ് സുരസ പിന്നെയും ഒഴിഞ്ഞു. ഞാൻ വിശന്ന് അവശയായിരിക്കുകയാണ്. പ്രവിശ്യഗച്ഛമേ വക്ത്രം നോജേ ത്വാം ഭക്ഷയാമ്യഹം ഇത്യുക്തോ ഹനുമാനാഹ മുഖം ശീഘ്രം വിദാരയ. എൻ്റെ വായിലൂടെ കടന്നുപോയിക്കൊള്ളൂ, അല്ലെങ്കിൽ ഞാൻ നിന്നെ തിന്നുകളയും. ഇങ്ങനെ പറഞ്ഞത് കേട്ട് ഹനുമാൻ സുരസയോട് വായു തുറക്കാൻ അഭ്യർത്ഥിച്ചു. പ്രവിശ്യവദനം ദേദ്യ ഗച്ഛാമി ത്വരയാണ്വിത ഇത്യുക്ത്വായോജനായാമദേഹോ ഭൂത്വാ പുരസ്ഥിത ദൃഷ്ട്വാ ഹനുമതോ രൂപം സുരസാ പഞ്ചയോജനം മുഖം ചകാര ഹനുമാൻ ദ്വിഗുണം രൂപമാദദത് തദച്ചകാര സുരസാ യോജനാനാം ച വിംശതിം വക്ത്രം ചകാര ഹനുമാം സ്ത്രിംശദ്യോജന സംമിതം തദച്ചകാര സുരസാ പഞ്ചാശദ്യോജനായതം വക്ത്രം തദാ ഹനുമാംസ്തു ബഭൂവ അങ്കുഷ്ടസന്നിഭഃ. ഇന്ന് നിന്റെ വായിലൂടെ കടന്നു പോകാം എന്ന് പറഞ്ഞ് ഹനുമാൻ 1 യോജന വലിപ്പമുള്ള ഉടൽ സ്വീകരിച്ചു. മാരുതിയുടെ രൂപം കണ്ട സുരസ മുഖം 5 യോജനയാക്കി. ഹനുമാൻ പെട്ടെന്ന് ഇരട്ടി രൂപം കൈക്കൊണ്ടു. സുരസ അപ്പോൾ വായ് 20 യോജന തുറന്നപ്പോൾ ഹനുമാൻ ഉടൽ 30 യോജനയാക്കി. പിന്നെ സുരസ വായ 50 യോജന പിളർന്നു. മാരുതിയാകട്ടെ അപ്പോൾ ഒരു പെരുവിരലിൻ്റെ വലിപ്പത്തിലായി. പ്രവിശ്യവദനം തസ്യാ പുനരേത്യ പുരസ്ഥിതഃ പ്രവിഷ്ടോ നിർഗതോഹം തേ വദനം ദേവി തേ നമഃ. അവളുടെ വായിൽ കടന്ന് പിന്നെ വന്ന് മുന്നിൽ നിന്ന് പറഞ്ഞു, ദേവി, ഞാൻ നിന്റെ വായിൽ അകപ്പെട്ടു, പുറത്തിറങ്ങി, നിനക്ക് നമസ്കാരം.
ഏവം വദന്തം ദൃഷ്ട്വാ സാ ഹനൂമന്തമദാബ്രവീത് ഗച്ഛ സാധയ രാമസ്യ കാര്യം ബുദ്ധിമതാം വര ദേവൈ സംപ്രേഷിതാഹം തേ ബലം ജിജ്ഞാസുഭിക്കവേ ദൃഷ്ട്വാ സീതാം പുനർഗത്വാ രാമം ദ്രക്ഷ്യസി ഗച്ഛഭോ. ബുദ്ധിമാന്മാരിൽ ശ്രേഷ്ഠനായ അങ്ങ് പോയാലും രാമകാര്യം സാധിച്ചാലും നിന്റെ ബലം അറിയാനാശിച്ച ദേവന്മാരാണ് എന്നെ അയച്ചത്. സീതയെ കണ്ട് മടങ്ങിച്ചെന്ന് രാമനെയും ദർശിക്കുമാറാകും. പോയിക്കൊള്ളുക. ഇത്യുക്ത്വാസായയൗ ദേവലോകം വായുസുത പുന ജഗാമ വായുമാർഗേണ ഗരുന്മാനിവ പക്ഷിരാട്. ഇങ്ങനെ പറഞ്ഞ് അവൾ ദേവലോകത്തേക്ക് തിരിച്ചു. പക്ഷീന്ദ്രനായ ഗരുഡനെ പോലെ വായുതനയൻ പിന്നെ ഗഗനമാർഗം യാത്രയായി. സമുദ്രോപ്യാഹമൈനാകം മണികാഞ്ചനപർവ്വതം ഗച്ഛത്യേഷ മഹാസത്തോ ഹനുമാൻ മാരുതാത്മജ രാമസ്യ കാര്യസിദ്ധ്യർത്ഥം തസ്യ ത്വം സജീവോ ഭവ സകരൈർവർദ്ധിതോ യസ്മാത് പുരാഹം സാഗരോ ഭവം. മണികാഞ്ചനമയമായ മൈനാകപർവ്വതത്തോട് സമുദ്രം പറഞ്ഞു, ഇതാ പവനപുത്രനും പ്രബലനുമായ ഹനുമാൻ രാമകാര്യം സിദ്ധിക്കാൻ പോകുന്നു. നീ അവന് സഹായിയാകുക. പണ്ട് സകരന്മാരാണ് എന്നെ വളർത്തിയത്, അതുമൂലം ഞാൻ സാഗരമായി. തസ്യാന്വയേ ബഭൂവാസൗ രാമോ ദാശരഥി പ്രഭു തസ്യ കാര്യാർത്ഥസിദ്ധ്യർത്ഥം ഗച്ഛത്യേഷ മഹാകവി. സകരന്റെ വംശത്തിലാണ് ദാശരഥി രാമൻ പിറന്നത്. കവിവരനായ ഇവൻ അവന്റെ കാര്യം സാധ്യതമാക്കാനാണ് പോകുന്നത്. ത്വമുത്തിഷ്ടജലാത്തൂർണം ത്വയി വിശ്രമ്യ ഗച്ഛതു സ തഥേതി പ്രാദുരഭൂ ജലമധ്യാൻ മഹോന്നത. ഉടൻ നീ നീരിൽ നിന്ന് ഉയരുക, നിന്നിൽ വിശ്രമിച്ച് അവൻ പോകട്ടെ. അങ്ങനെയെന്ന് സമ്മതിച്ച് മൈനാകം ജലമധ്യത്തിൽ നിന്ന് ഉയർന്ന് മഹോന്നതനായി ഉയർന്നു വന്നു. നാനാമണിമയൈ ശൃംഖൈ തോയോപരിനരാകൃതി പ്രാഹയാന്തം ഹനുമന്തം മൈനാകോഹം മഹാകപേ സമുദ്രേണ സമാദിഷ്ടസ്ത്വദ്വിശ്രമായ മാരുതേ ആഗച്ഛാമൃതകൽപ്പാനി ജഗ്ദ്വാപക്വഫലാനി മേ വിശ്രമ്യാത്രക്ഷണം പശ്ചാദ്ഗമിഷ്യസി യഥാ സുഖം ഏവമുക്തോ തതം പ്രാഹ ഹനുമാൻ മാരുതാത്മജ. പലതരം മണികൾ തിങ്ങിയ ശൃംഗങ്ങളോടെ നരാകൃതിയിൽ ജലോപരി വന്ന മൈനാകം യാത്രാനിരതനായ മാരുതിയോട് പറഞ്ഞു, അല്ലയോ കവിശ്രേഷ്ഠ, ഞാൻ മൈനാകമാണ്. മാരുതിയായി നിനക്ക് വിശ്രമമേകാൻ അലയാഴി എന്നോട് പറഞ്ഞിരിക്കുന്നു. വന്നാലും അമൃതതുല്യമായ കൈകൾ കഴിച്ച് തെല്ലിവിടെ വിശ്രമിച്ച് യഥാസുഖം പോകാം. ഇങ്ങനെ പറഞ്ഞപ്പോൾ മാരുതപുത്രനായ ഹനുമാൻ അവനോട് അപ്പോൾ പറഞ്ഞു, ഗച്ഛതോ രാമകാര്യാർത്ഥം ഭക്ഷണം മേ കഥം ഭവേത് വിശ്രാമോ വാ കഥം മേ സ്യാത് ഗന്ധവ്യം ദുരിതം മയാ ഇത്യുക്ത്വാ സ്പൃഷ്ടശിഖരക്കരാഗ്രേണേയൗ കപി കിഞ്ചിത് ദൂരം ഗതസ്യാസ്യ ഛായാം ഛായാഗ്രഹോ ഗ്രഹീത് സിംഹികാണാമസാഘോരാജലമധ്യേ സ്ഥിതാ സദാ ആകാശഗാമിനാം ഛായാം ആക്രമ്യാകൃഷ്യ ഭക്ഷയേത് തയാ ഗൃഹീതോ ഹനുമാം ചിന്തയാമാസ വീര്യവാൻ കേനേദം മേ കൃതം വേഗരോധനം വിഘ്നകാരിണ ദൃശ്യതേ നൈവ കോപ്യത്ര വിസ്മയോ മേ പ്രചായതേ ഏവം വിചിന്യ ഹനുമാത് അധോ ദൃഷ്ടിം പ്രസാരയത് തത്ര ദൃഷ്ട്വാ മഹാകായാം സിംഹികാം ഘോരരൂപിണീം പപാതസല്യേ തൂർണം പദ്ഭ്യാമേവാഹനതൃഷ. രാമകാര്യത്തിനായി പോകുന്ന എനിക്ക് ഭോജനം വേണ്ട, വിശ്രമവും വേണ്ട, എനിക്ക് ഉടനടി പോകേണ്ടതുണ്ട് എന്ന് പറഞ്ഞ് കരാഗ്രത്താൽ ശിഖരത്തിൽ നിന്ന് തൊട്ട് കവി കടന്നുപോയി. കുറച്ച് ദൂരം ചെന്നപ്പോൾ നിഴൽ പിടിച്ചു വലിക്കുന്ന സിംഹിക എന്നു പേരായ ഒരു ഭയങ്കരി ജലത്തിൽ നിലയുറപ്പിച്ച് മാനത്തുകൂടെ പോകുന്നവരുടെ നിഴൽ ആക്രമിച്ച് പിടിച്ചു തിന്നുന്ന ആ ഘോരരൂപിണി ഹനുമാന്റെ നിഴൽ പിടിച്ചു വലിച്ചു. വിഘ്നം വരുത്തുന്നത് ആരാണ്? എൻ്റെ വേഗരോധം വരുത്തുന്നത് ആരാണ്? ഇവിടെ ആരെയും കാണാനുമില്ലല്ലോ. അത്ഭുതമുളവാകുന്നു.
ഇങ്ങനെ ചിന്തിച്ച് മാരുതി താഴേക്ക് നോക്കിയപ്പോൾ ഭീമാകാരിയും ഘോരരൂപിണിയുമായ സിംഹികയെ കണ്ട് പെട്ടെന്ന് വെള്ളത്തിലേക്ക് ചാടി അവളെ ചവിട്ടിക്കൊന്നു. പുനരുത്പ്ലത്യ ഹനുമാൻ ദക്ഷിണാഭിമുഖോ യയൗ തതോ ദക്ഷിണമാസാദ്യ കൂലം നാനാഫലദ്രുമം നാനാപക്ഷിമൃഗാകീർണം നാനാപുഷ്പലതാവൃതം തതോ ദദർശ നഗരം ത്രികൂടാചലമൂർധനി പ്രാകാരൈർബഹുഭിർയുക്തം പരിഘാഭിശ്ച സർവദ പ്രവേക്ഷ്യാമി കഥം ലങ്കാം ഇതി ചിന്താവരോഭവത്. വീണ്ടും കുതിച്ചുയർന്ന മാരുതി തെക്കോട്ട് യാത്ര തുടർന്നു. തെക്കേക്കരയിലെത്തി ത്രികൂടഗിരിയുടെ മൂർധാവിൽ സ്ഥിതി ചെയ്യുന്ന പല ഫലവൃക്ഷങ്ങളുള്ളതും ധാരാളം പക്ഷിമൃഗങ്ങളൊക്കെ തിങ്ങിയതുമായ പലതരം പൂവള്ളികളാൽ ആവൃതമായതുമായ ധാരാളം കോട്ട കിടങ്ങുകളാൽ നിർമ്മിതമായ ഒരു നഗരം കാണുകയുണ്ടായി. ലങ്കയിൽ എങ്ങനെ കടന്നുകൂടുമെന്നോർത്ത് മാരുതി ചിന്താകുലനായി. രാത്രോ വീക്ഷ്യാമി സൂക്ഷ്മോഹം ലങ്കാം രാവണപാലിതാം ഏവം വിചിന്യ തത്രൈവ സ്ഥിതോ ലങ്കാം ജഗാമസ. രാവണനാൽ രക്ഷിക്കപ്പെടുന്ന ലങ്കയിൽ രാത്രിയിൽ സൂക്ഷ്മരൂപം കൊണ്ട് കടന്നുകൊള്ളാമെന്ന് ചിന്തിച്ച് അവിടെ തന്നെ നിലകൊണ്ട് അദ്ദേഹം രാത്രിയിൽ ലങ്കയിൽ പ്രവേശിക്കുകയും ചെയ്തു. ധൃത്വാ സൂക്ഷ്മം ബപുർദ്വാരം പ്രവിവേശ പ്രതാപവാൻ തത്ര ലങ്കാപുരി സാക്ഷാത് രാക്ഷസീ വേഷധാരിണി പ്രവിശന്തം ഹനുമന്തം ദൃഷ്ട്വാ ലങ്കാവ്യതർജയത് കസ്ത്വം വാനരരൂപേണ മാം അനാദൃത്യലങ്കിനീം പ്രവിശ്യച്ചോരഭദ്രാത്രൗ കിം ഭവാൻ കർത്തുമിച്ഛതി ഇതി ക്തോ രോഷതാം രാക്ഷി പാദേനാഭിജഘാനത്തം. സൂക്ഷ്മദേഹനായി പ്രതാപവാനായ ഹനുമാൻ അവിടെ കടക്കുന്നത് കണ്ട് രാക്ഷസീ വേഷം പൂണ്ട സാക്ഷാൽ ലങ്കാപാലികയായ ലങ്കാലക്ഷ്മി വന്നു ഭീഷണിപ്പെടുത്തി. ആരടാ നീ? ലങ്കാലക്ഷ്മിയായി എന്നെ ധിക്കരിച്ചിട്ട് വാനരാകൃതിയിൽ ഇരട്ടത്തെ കള്ളനെ പോലെ കടന്നുകൂടുകയാണോ? എന്താണ് നീ ആഗ്രഹിക്കുന്നത്? രോഷത്താൽ മിഴിതുടുത്ത അവൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ട് തെരുതെരെ ഹനുമാനെ ചവിട്ടി. ഹനുമാനപിതാം വാമമുഷ്ടിനാ അവജ്ഞയാഹനത് തദൈവ പതിതാ ഭൂമൗ രക്തമുദ്വമദീവൃശം. അവജ്ഞയോടെ ഇടതുമുഷ്ടിയാൽ അവളെ ഹനുമാനും ഇടിച്ചു. കുടുകൂടെ ചോര കമട്ടിക്കൊണ്ട് അപ്പോൾ തന്നെ അവൾ നിലത്ത് വീണു. ഉദ്ധായ പ്രാഹസാലങ്കാ ഹനുമന്തം മഹാബലം ഹനുമൻ ഗച്ഛ ഭദ്രം തേ ജിതാലങ്കാത്വയാനഖ. എഴുന്നേറ്റ ലങ്കാലക്ഷ്മി മഹാബലവാനായ മാരുതിയോട് പറഞ്ഞു, അല്ലയോ ഹനുമാൻ, പോയിക്കൊള്ളൂ, നിനക്ക് നന്മ ഭവിക്കട്ടെ, നീ ലങ്കയെ ജയിച്ചിരിക്കുന്നു. പുരാഹം ബ്രാഹ്മണ പ്രോക്ത ഹൃഷ്ടാവിംശതി പര്യേ ത്രേതായുഗേ ദാശരഥി രാമോ നാരായണോ വ്യയ ജനിഷ്യതേ യോഗമായ സീതാ ജാനകവേശ്മനി ഭൂഭാരഹരണാർത്ഥായ പ്രാർത്ഥിതോയം മയാ ക്വചിത്. മുമ്പ് ബ്രഹ്മാവ് തന്നെ എന്നോട് പറഞ്ഞിരുന്നു, 28ാമത്തെ ചതുർയുഗത്തിലെ ത്രേതായുഗത്തിൽ അപരിണാമിയായ ശ്രീനാരായണൻ ദാശരഥി രാമനായി അവതരിക്കും. യോഗമായാദേവിയും ജനകഭവനത്തിൽ സീതയായി ജനിക്കും. ഊഴിയുടെ ഭാരം തീർക്കാൻ ബ്രഹ്മാവ് അദ്ദേഹത്തോടൊരു നാൾ പ്രാർത്ഥിച്ചിരുന്നതാണ്. സഭാര്യോ രാഘവോ ഭ്രാതാ ഗമിഷ്യതി മഹാവനം തത്ര സീതാം മഹാമായാം രാവണോ അപഹരിഷ്യതി പചാത് രാമേണ സാജീവ്യം സുഗ്രീവസ്യ ഭവിഷ്യതി സുഗ്രീവോ ജാനകീം ദ്രഷ്ടും വാനരാൻ പ്രേഷയിഷ്യതി തത്രൈകോ വാനരോ രാത്രാവാഗമിഷ്യതി തേന്തികം ത്വയാജബൽസിത സോപി ത്വാം ഹനിഷ്യതി മുഷ്ടിനാ തേനാഹതാ ത്വം വ്യതിതാ ഭവിഷ്യസി യഥാ നഖേ തദൈവ രാവണസ്യാന്തോ ഭവിഷ്യതി ന സംശയഃ. ഭാര്യാസമേതനായ രാമൻ സഹോദരനോടൊപ്പം കൊടുങ്കാട്ടിലേക്ക് പോകും. അവിടെ വെച്ച് മഹാമായയായ സീതയെ രാവണൻ അപഹരിക്കും. പിന്നെ രാമനുമായി സുഗ്രീവന് സൗഹൃദമുണ്ടാകും. സുഗ്രീവൻ ജാനകിയെ കണ്ടുപിടിക്കുന്നതിനായി വാനരന്മാരെ നിയോഗിക്കും. അവരിലൊരുവൻ രാത്രിയിൽ ഇവിടെ വരും.
നിന്നാൽ ഭത്സിക്കപ്പെടും. അവൻ നിന്നെ മുഷ്ടി ചുരുട്ടി ഇടിക്കും. അല്ലയോ വിശുദ്ധേ, അവനാൽ താടിക്കപ്പെട്ട് എപ്പോൾ നീ വ്യഥിതയാകുന്നുവോ അപ്പോൾ തന്നെ രാവണന് വിനാശം സംഭവിക്കുമെന്നത് തീർച്ചയാണ്. തസ്മാത്വയാജിതാലങ്ക ജിതം സർവം ത്വയാനഘ രാവണ അന്തഃപുരവരേ ക്രീഡാകാനനമുത്തമം തന്മധ്യേ അശോകവനികാ ദിവ്യാ പാദപസങ്കുല അസ്തി തസ്യാം മഹാവൃക്ഷ ശിംശപാണാമമദ്യഗ തത്രാസ്തേ ജാനകി ഘോരരാക്ഷസീ വിസുരക്ഷിത ദൃഷ്ട്വൈവ ഗച്ഛത്വരിതം രാഘവായ നിവേദയഃ. അതുകൊണ്ട് അല്ലയോ വിശുദ്ധ, നീ ലങ്കാലക്ഷ്മിയെ ജയിച്ചതോടെ എല്ലാം ജയിച്ചിരിക്കുന്നു. രാവണന്റെ മോടിയേറിയ അന്തഃപുരത്തിൽ മികച്ച ഒരു കേളീവനമുണ്ട്. അതിൻ്റെ മധ്യത്തിലായി ദിവ്യതരക്കൽ തിങ്ങിയ അശോകവനിക ഉണ്ട്. അവിടെ ശിംശപാവൃക്ഷത്തിൻ്റെ ചുവട്ടിൽ ഘോര രാക്ഷസികളുടെ സംരക്ഷണത്തിൽ സുരക്ഷിതയായി ജാനകിയുണ്ട്. അവളെ കണ്ടിട്ട് ശീഘ്രം തന്നെ പോയി രാഘവനെ അറിയിക്കൂ. ധന്യാഹമപ്യദ്യ ചിറായ രാഘവ സ്മൃതി മമാസീത് ഭവപാശമോചിനി തദ്ഭക്തസങ്കോപ്യതിദുർലഭോ മമ പ്രസീദതാം ദാശരഥി സദാ ഹൃദി. വളരെ നാളുകൾക്ക് ശേഷം ഇന്നെനിക്ക് ഭവപാശത്തിൽ നിന്ന് മോചനമേകുന്ന രാഘവസ്മൃതി ഉണ്ടായി. തികച്ചും ദുർലഭമായ രാമഭക്ത സംഗമവും എനിക്കിപ്പോൾ കൈവന്നു. ധന്യയാണ് ഞാൻ. എൻ്റെ ഉള്ളിൽ ദശരഥതനയൻ എന്നും പ്രസാദിക്കുമാറാകട്ടെ. ഉല്ലംഘിതേബ്ധൗപവനാത്മജേന ദരാസുതായാശ്ച ദശാനനസ്യ പുഷ്പോരവാമാക്ഷിഭുജശ്ച തീവ്രം രാമസ്യ ദക്ഷാംഗം അതീന്ദ്രിയസ്യ. മാരുതി സാഗരം തരണം ചെയ്തതോടെ സീതയുടെയും ദശഗ്രീവന്റെയും ഇടത്തെ മിഴിയും ഇടതു തോളും തുടിച്ചു തുടങ്ങി. ഇന്ദ്രിയാതീതനായ രാമന്റെ വലതുഭാഗവും ശക്തിയായി മിടിച്ചു. സ്ത്രീകൾക്ക് ഇടതു കണ്ണും ഇടതു തോളും പുരുഷന്മാർക്ക് വലതു കണ്ണും വലതു തോളും തുടിക്കുന്നത് ശുഭ സൂചകമാണെന്നാണ് വിശ്വാസം. ഓം ഇത് ശ്രീമദധ്യാത്മരാമായണേ ഉമാമഹേശ്വര സംവാദേ സുന്ദരകാണ്ഡേ പ്രഥമ സർഗഃ. രാമ ഹരേ ജയ രാമ ഹരേ ജയ രാമ ഹരേ ജയ രാമ ഹരേ രാമ ഹരേ ജയ രാമ ഹരേ ജയ രാമ ഹരേ ജയ രാമ ഹരേ.